വ്യത്യസ്ത ലെയ്ത്ത് ആക്സസറികൾ ഉപയോഗിച്ച് എങ്ങനെ ഒരു ജോബ് ഉണ്ടാക്കാമെന്നാണ് ഈ സെഷനിൽ നാം പഠിക്കുന്നത്. ഡ്രൈവിംഗ് പ്ലേറ്റ്, സ്റ്റഡി റസ്റ്റ് ഡോഗ്, കാരിയർ ഉൾപ്പെടെ വ്യത്യസ്ത സെൻറ്ററുകൾ ഇതിനായി ഉപയോഗിക്കാം. സെഷൻ അവസാനിക്കുമ്പോൾ ലെയ്ത്ത് ആക്സസറികൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ സെൻറ്ററുകൾക്കിടയിൽ ഡ്രൈവിംഗ് പ്ലേറ്റ് ഉപയോഗിച്ച് ജോബ് സെറ്റ് ചെയ്യാനും ലെങ്തി ജോബ് സപ്പോർട്ട് ചെയ്യുന്നതിന് സ്റ്റഡി റസ്റ്റ് സെറ്റ് ചെയ്യുവാനും നിങ്ങൾക്ക് സാധിക്കും. ലെയ്ത്ത് ആക്സസറികളെ കുറിച്ച് പഠിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ലെയ്ത്തിനൊപ്പം സപ്ലൈ ചെയ്യുന്ന യന്ത്രവൽകൃത സ്വതന്ത്ര യൂണിറ്റുകളാണ് ലെയ്ത്ത് ആക്സസറികൾ. ലെയ്ത്തിന്റെ പൂർണ്ണമായ ഉപയോഗത്തിന് ലെയ്ത്ത് ആക്സസറികൾ അനിവാര്യമാണ്. വർക്ക് ഹോൾഡിംഗ് ആക്സസറികൾ, വർക്ക് സപ്പോർട്ടിംഗ് ആക്സസറികൾ എന്നിങ്ങനെ ആക്സസറികളെ ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. വർക്ക് ഹോൾഡിംഗ് ആക്സസറികളെ കുറിച്ച് വിശദമായി നോക്കാം. ഈ ആക്സസറികളിൽ വർക്ക് നേരിട്ട് മൗണ്ട് ചെയ്യാനും ഹോൾഡ് ചെയ്യുവാനും കഴിയും. 4 ജോ ഇൻഡിപെൻഡന്റ് ചക്ക്, 3 ജോ സെൽഫ് സെന്ററിംഗ് ചക്ക്, ഫേസ് പ്ലേറ്റ് ലെയ്ത്ത്, മാൻഡ്രൽസ് എന്നിവയാണ് ഇത്തരം ആക്സസറികൾ. ഇനി വർക്ക് സപ്പോർട്ടിംഗ് ആക്സസറികളെ കുറിച്ച് പഠിക്കാം. ഇത്തരം ആക്സസറികൾ സ്വയം വർക്ക് ഹോൾഡ് ചെയ്യുന്നില്ല, അവർക്ക് വർക്ക് സപ്പോർട്ട് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ക്യാച്ച് പ്ലേറ്റ് അഥവാ ലെയ്ത്ത് കാരിയറിന്റെ ബെൻഡ് ടെയിൽ അക്കോമഡേറ്റ് ചെയ്യാൻ യു സ്ലോട്ടും എലിപ്റ്റിക്കൽ സോൾട്ടും ഉപയോഗിച്ച് രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ഡ്രൈവിംഗ് പ്ലേറ്റ് അഥവാ ലെയ്ത്ത് കാരിയറിന്റെ സ്ട്രെയിറ്റ് ടെയിൽ ലൊക്കേറ്റ് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റഡ് പിന്നോട് കൂടി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ലെയ്ത്ത് സെന്റർ അല്ലെങ്കിൽ ഡോഗ് കാരിയേഴ്സ്, ലെയ്ത്ത് ഫിക്സഡ് സ്റ്റഡി, ലെയ്ത്ത് ട്രാവലിംഗ് സ്റ്റഡി എന്നിവയാണിവ. സ്റ്റഡി റസ്റ്റ് എന്നാൽ ഒരു ലെയ്ത്ത് ആക്സസറിയാണ്. അവ ലോങ് സ്ലെൻഡർ വർക്ക് പീസുകളിൽ ടേണിംഗ് സമയത്ത് സെന്റർ സപ്പോർട്ടിനോടൊപ്പം എക്സ്ട്രാ സപ്പോർട്ടിനായി ഉപയോഗിക്കുന്നു. ഫിക്സഡ് സ്റ്റഡി റസ്റ്റ്, ഫോളോഡ് സ്റ്റഡി റസ്റ്റ് എന്നറിയപ്പെടുന്ന ട്രാവലിംഗ് സ്റ്റഡി റസ്റ്റ് എന്നിവയാണ് പ്രധാനമായ സ്റ്റഡി റസ്റ്റുകൾ. ലെയ്ത്ത് ബെഡിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന സ്റ്റേഷനറി സ്റ്റഡി റെസ്റ്റുകളാണ് ഫിക്സഡ് സ്റ്റഡി റെസ്റ്റുകൾ. ഇവ ഒരു ഫിക്സഡ് പ്ലേസിൽ മാത്രമേ സപ്പോർട്ട് നൽകുന്നുള്ളൂ. 3 അഡ്ജസ്റ്റബിൾ പാഡ് ഉൾപ്പെടുന്ന ഒരു ഫ്രെയിമോട് കൂടിയതാണ് ഇവ. ലെയ്ത്തിന്റെ സാഡിലാണ് ഒരു ഫോളോവർ സ്റ്റഡി ഫിക്സ് ചെയ്യുന്നത്. ഇവ കട്ടിങ്ങിന് സപ്പോർട്ട് ചെയ്യുന്നു. ഫോളോവർ സ്റ്റഡി റസ്റ്റിന് പൊതുവെ 2 പാഡുകൾ ഉണ്ടാകും. ഒരു പാഡ് കട്ടിംഗ് ടൂളിന് എതിർവശത്തായിട്ടാണ് ഉണ്ടാവുക. മറ്റേ പാഡ് വർക്ക് പീസ് സ്പ്രിംഗ് അപ്പ് ചെയ്യുന്നത് തടയുന്നതിനായി വർക്ക് പീസിന്റെ മുകളിലായിട്ട് സ്ഥാപിച്ചിരിക്കും. ജോബ് ഷേപ്പ് റൗണ്ട് ആകൃതിയിൽ അല്ലെങ്കിൽ ജോബിൽ ഒരു സിലിണ്ടറിക്കൽ സർഫേസ് ഉണ്ടാക്കാൻ കഴിയുന്നില്ലെങ്കിലോ ജോബിനെ ഫിക്സഡ് സ്റ്റഡി റസ്റ്റ് കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല. ഇത്തരം ജോബുകളിൽ ക്യാറ്റ് ഹെഡ് എന്ന പേരുള്ള ഒരു ഡിവൈസ് വർക്ക് പീസിൽ ഫിക്സ് ചെയ്യും. എക്സ്റ്റേണൽ സർഫസ് റൗണ്ട് ആകൃതിയിലുള്ള ഒരു തരം ബുഷാണ് ക്യാറ്റ് ഹെഡ്. അവയുടെ മിഡിൽ പോർഷൻ സിലിണ്ടറിക്കലായിരിക്കും, റൊട്ടേറ്റ് ചെയ്യാനും സാധിക്കും. വർക്ക് ഹോൾഡ് ചെയ്യാനും സെന്ററിംഗ് ചെയ്യാനും 2 അറ്റത്തും അഡ്ജസ്റ്റിംഗ് സ്ക്രൂ ഉണ്ടായിരിക്കും. വർക്ക് സെന്ററിംഗിന് ശേഷം ഫിക്സഡ് സ്റ്റഡി പൊസിഷൻ ചെയ്ത് ക്യാറ്റ് ഹെഡ് മധ്യഭാഗത്ത് ഹോൾഡ് ചെയ്യുന്നതിനായി പാഡുകൾ അഡ്ജസ്റ്റ് ചെയ്യാം. ലെയ്ത്ത് റൺ ചെയ്ത് തുടങ്ങിയാൽ മധ്യഭാഗം സ്റ്റേഷനറിയായി നിലനിൽക്കുകയും വർക്ക് ക്യാറ്റ് ഹെഡിന്റെ എൻഡോട് കൂടി കറങ്ങുകയും ചെയ്യും. ജോബിനോടൊപ്പം റൊട്ടേറ്റ് ചെയ്യുന്ന മറ്റൊരു തരം സിംഗിൾ പീസ് ക്യാറ്റ് ഹെഡും ഉണ്ട്. വർക്ക് ലെയ്ത്ത് കാരിയറിൽ സ്ഥിരമായി ക്ലാമ്പ് ചെയ്തിരിക്കും. കാസ്റ്റ് അയൺ അല്ലെങ്കിൽ ഫോർജ്ഡ് സീൽ ബോഡി, ക്രാമ്പിംഗ് സ്ക്രൂ എന്നിവ ഉൾപ്പെടുന്നതാണ് ഇവ. സ്ട്രെയിറ്റ് അല്ലെങ്കിൽ ബെൻഡ് ടെയിലോട് കൂടിയാണ് ഇവ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വൈഡ് റേഞ്ച് ഡയമീറ്ററുകൾ അക്കോമഡേറ്റ് ചെയ്യത്തക്ക വിധം 10 സെന്റുകളായി ഇവ ലഭ്യമാണ്. കാരിയറുകളുടെ ടെയിൽ വർക്ക് പീസുകളെ ലൊക്കേറ്റ് ചെയ്യാനും ഡ്രൈവ് ചെയ്യാനും ഉദ്ദേശിച്ചുള്ളതാണ്. പൂർത്തിയായ സർഫസുകളെ ഡാമേജിൽ നിന്ന് സംരക്ഷിക്കാൻ ക്ലാമ്പിംഗ് സ്ക്രൂവിനോട് ചേർന്ന് ഒരു സോഫ്റ്റ് മെറ്റൽ പാക്കിംഗ് പീസ് ഉപയോഗിക്കും.
വർക്ക് ഹോൾഡ് ചെയ്യുക, റൊട്ടേഷന് വേണ്ടി സ്പിൻഡിലിൽ നിന്ന് സ്പെഷ്യൽ അറ്റാച്ച്മെന്റ് ഉപയോഗിച്ച് പവർ ട്രാൻസ്ഫർ ചെയ്യുക എന്നിവയാണ് ലെയ്ത്ത് കാരിയർ അല്ലെങ്കിൽ ലെയ്ത്ത് ഡോഗിന്റെ ധർമ്മം. സെന്ററുകൾക്കിടയിൽ തിരിയുമ്പോൾ വർക്ക് ഡ്രൈവ് ചെയ്യാൻ ഇത് ഉപയോഗിക്കുന്നു. ടാപ്പർ ടേണിങ്ങിനും ത്രെഡിങ്ങിനും ഇത് ഉപയോഗിക്കുന്നു. 4 തരം ലെയ്ത്ത് കാരിയറുകളുണ്ട്. സ്ട്രെയിറ്റ് ടെയിൽ കാരിയർ ഡ്രൈവിംഗ് പ്ലേറ്റിലെ ഡ്രൈവിംഗ് പിന്നിന് എതിർവശത്തായി ലൊക്കേറ്റ് ചെയ്തിരിക്കും. അവ വർക്ക് പീസിനായി ഒരു പോസിറ്റീവ് ഡ്രൈവും നൽകും. ബെൻഡ് ടെയിൽ കാരിയർ ക്യാച്ച് പ്ലേറ്റിന്റെ ഒരു യു സ്ലോട്ടിൽ എൻഗേജ് ചെയ്യുകയും വർക്ക് പീസ് ഡ്രൈവ് ചെയ്യുകയും ചെയ്യുന്നു. ക്ലാമ്പ് ടൈപ്പ് കാരിയർ ക്ലാമ്പിങ്ങിന് പ്ലേറ്റോടും അഡ്ജസ്റ്റബിൾ സ്ക്രൂവോടും കൂടിയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു വി ഗ്രൂപ്പ് അഡ്ജസ്റ്റബിൾ ബോൾട്ടുകളും നട്ടുകളും ഉള്ളതിനാൽ ഇവയ്ക്ക് വൈഡ് റേഞ്ച് ഡയമീറ്റർ വർക്ക് ഉണ്ടാകും. സേഫ്റ്റി ടോപ്പ്, ബോട്ടം, ക്ലാമ്പിംഗ് പ്ലേറ്റുകളോട് കൂടിയാണ് സേഫ്റ്റി ക്ലാമ്പ് ടൈപ്പ് കാരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വർക്ക് ടേണിംഗ് സമയത്ത് ഒരു പോസിറ്റീവ് ഗ്രിപ്പ് നൽകാൻ ഇവ സഹായിക്കുന്നു. ലെയ്ത്ത് ഓപ്പറേഷൻസിലെ ലെങ്തി വർക്ക് സപ്പോർട്ടിനാണ് ലെയ്ത്ത് സെന്ററുകൾ ഉപയോഗിക്കുന്നത്. ചക്കിൽ വർക്ക് നടക്കുമ്പോൾ സെന്റർ ടെയിൽ സ്റ്റോക്കിൽ അസംബിൾ ചെയ്യും. ഇത് വർക്കിന്റെ ഓവർ ഹാങ്ങിങ് എൻഡിനെ സപ്പോർട്ട് ചെയ്യും. ഓവർ ഹാങ്ങിങ് എൻഡിലെ ഫേസിൽ ഒരു സെന്റർ ഡ്രിൽഡ് ഹോൾഡ് നൽകണം. ഓപ്പറേഷന് വേണ്ടി ജോബ് സെന്ററുകൾക്കിടയിൽ പിടിക്കും. അത് ഒരു ഡ്രൈവിംഗ് പ്ലേറ്റും അനുയോജ്യമായ ലെയ്ത്ത് കാരിയറുമായി പ്രവർത്തിക്കുന്നു. പ്രധാന സ്പിൻഡിൽ സ്ലീവിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന സെന്റർ ലൈവ് സെന്റർ എന്നും ടെയിൽ സ്റ്റോക്ക് സ്പിൻഡിൽ ഉറപ്പിച്ചിരിക്കുന്ന സെന്റർ ഡെഡ് സെന്റർ എന്നും അറിയപ്പെടുന്നു. കൺട്രക്ഷനിൽ 2 സെന്ററുകളും ഒരുപോലെയാണ്. 60 ഡിഗ്രി കോണിക്കൽ പോയിന്റുള്ള ഒരു യൂണിറ്റ് ആണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു മോഴ്സ് ടേപ്പർ ശംഖും ഒരു ടാങ്കും ഒരു ബോഡി പ്രൊവൈഡ് ചെയ്യുന്നു. ഹൈ കാർബൺ സ്റ്റീൽ കൊണ്ടാണ് ഡെഡ് സെന്റർ നിർമ്മിച്ചിരിക്കുന്നത്. ലൈവ് സെന്റർ വർക്കിനോട് ചേർന്ന് കറങ്ങുന്നതിനാൽ അതിന്റെ കോണാകൃതിയിലുള്ള അറ്റം കഠിനമാക്കേണ്ടതില്ല. ഡെഡ് സെന്ററിന് നല്ല ലൂബ്രിക്കന്റ് ഉപയോഗിക്കണം. ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്ന ലെയ്ത്ത് സെന്ററുകളും അവയുടെ ഇല്ലസ്ട്രേഷനും അവയുടെ പ്രത്യേക ഉപയോഗങ്ങളും നോക്കാം. ഓർഡിനറി സെന്റർ കോമൺ ടൈപ്പ്, ഹാഫ് സെന്റർ, ടിപ്ഡ് സെന്റർ, ബോൾ സെന്റർ, പൈപ്പ് സെന്റർ, റിവോൾവിംഗ് സെന്റർ, ഇൻസേർട്ട് ടൈപ്പ് സെന്റർ, സെൽഫ് ഡ്രൈവിംഗ് ലൈവ് സെന്റർ, ഫീമെയിൽ സെന്റർ, സ്വിവൽ വി സെന്റർ എന്നിവയാണ് പ്രധാനപ്പെട്ട ലെയ്ത്ത് സെന്ററുകൾ. ടെയിൽ സ്റ്റോക്ക് സ്പിൻഡിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു മൈക്രോ സെറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സെന്റർ ലെയ്ത്ത് സെന്ററുകൾക്ക് വേഗമേറിയതും കൃത്യവുമായ അലൈൻമെന്റ് ആകുന്നു. ഈ സെന്ററുകളിൽ ചിലത് എക്സെൻട്രിക്കും മറ്റുള്ളത് ഒരു ഡൊവറ്റൽ സ്ലൈഡും അടങ്ങിയിരിക്കുന്നു. ഇത് ചെറിയ രീതിയിൽ അലൈൻമെന്റ് കൃത്യമാക്കാൻ സെന്ററിനെ പെർമിറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഡ്രൈവിംഗ് പ്ലേറ്റ് ഉപയോഗിച്ച് സെന്ററുകൾക്കിടയിൽ ജോബ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നും ലെങ്തി ജോബിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരു സ്റ്റഡി റെസ്റ്റ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നും നോക്കാം. ഇത് ചെയ്യുന്നതിന് നിങ്ങൾക്ക് ആവശ്യമായ ടൂളുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. റോ മെറ്റീരിയൽ, ഡ്രൈവിംഗ് പ്ലേറ്റ്, കാറ്റ് ഹെഡ്, ലെയ്ത്ത് അല്ലെങ്കിൽ ഡോഗ് കാരിയർ, കട്ടിംഗ് ടൂളുകൾ, മെഷറിംഗ് ടൂൾസ്, സ്പാനർ സെറ്റ്, ഗ്രീസ് തുടങ്ങിയവ കയ്യിൽ കരുതാം. ജോബ് സീക്വൻസിന്റെ ക്രമം നോക്കാം. റോ മെറ്റീരിയൽ സൈസ് പരിശോധിക്കുക. ജോബ് ഫേസിന് പുറത്തേക്ക് ഹോൾഡ് ചെയ്യുക. ഫേസിൽ സെന്റർ ഡ്രിൽ ചെയ്യുക. ടോട്ടൽ ലെങ്ത് ശരിയാക്കിക്കൊണ്ട് ജോബ് റിവേഴ്സ് ചെയ്യുന്നത് ആവർത്തിക്കുക. ലെയിൻ സ്പിൻഡിൽ നിന്ന് ചെക്ക് ഡിസ്മാൻഡിൽ ചെയ്ത് സ്പിൻഡിൽ ഡ്രൈവിംഗ് പ്ലേറ്റ് ശരിയാക്കുക. മൗണ്ട് ലൈവ് സെന്ററും ഡെഡ് സെന്ററും സാഡിലിൽ ഒരു സ്റ്റഡി ഫോളോവറെ അറ്റാച്ച് ചെയ്യുക. അനുയോജ്യമായ ഒരു കാരിയർ ഉപയോഗിച്ച് സെന്ററുകൾക്കിടയിൽ വർക്ക് ഹോൾഡ് ചെയ്യുക. സ്റ്റഡി ഫോളോവറെ ഉപയോഗിച്ച് ബോബിന് സപ്പോർട്ട് കൊടുക്കുക. സ്റ്റഡിയുടെ ടച്ച് പാഡുകളിൽ ഗ്രീസ് പുരട്ടുക. ട്രയൽ കട്ട് നൽകി 2 സെന്ററുകൾ തമ്മിലുള്ള അലൈൻമെന്റ് പരിശോധിക്കുക. സാധ്യമായ പരമാവധി നീളത്തിൽ 40 മില്ലിമീറ്റർ ടേൺ ചെയ്യുക. എൻഡിൽ 2x45 ഡിഗ്രി ചാംഫർ ചെയ്യുക. ജോബ് റിവേഴ്സ് ചെയ്യുക. ശേഷിക്കുന്ന നീളത്തിൽ 40 മില്ലിമീറ്റർ ടേൺ ചെയ്യുക. എൻഡിൽ 2x45 ഡിഗ്രി ചാംഫർ ചെയ്യുക. ജോബ് റിവേഴ്സ് ചെയ്യുക.
ശേഷിക്കുന്ന നീളത്തിൽ 40 മില്ലിമീറ്റർ ടേൺ ചെയ്യുക. എൻഡിൽ 2x45 ഡിഗ്രി ചാംഫർ ചെയ്യുക. ഡ്രോയിങ് അനുസരിച്ച് ഡയമെൻഷനുകൾ പരിശോധിക്കുക. വ്യത്യസ്ത ലെയ്ത്ത് ആക്സസറികൾ ഉപയോഗിച്ച് എങ്ങനെ ഒരു ജോബ് ഉണ്ടാക്കാമെന്നാണ് ഈ സെഷനിൽ നാം പഠിച്ചത്. സെഷൻ അവസാനിക്കുന്നതോടെ ലെയ്ത്ത് ആക്സസറികൾ എന്താണെന്ന് മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചുവെന്ന് കരുതുന്നു. കൂടാതെ സെൻറ്ററുകൾക്കിടയിൽ ഡ്രൈവിംഗ് പ്ലേറ്റ് ഉപയോഗിച്ച് ജോബ് സെറ്റ് ചെയ്യാനും ലെങ്തി ജോബ് സപ്പോർട്ട് ചെയ്യുന്നതിന് സ്റ്റഡി റെസ്റ്റ് സെറ്റ് ചെയ്യുവാനും നിങ്ങൾക്ക് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു.